അവിടെ ഷൂട്ടിങ് കിടക്കണം പാളയത്തിൻ്റെ ഫ്രണ്ടിൽ. നാടൻ്റെ കൂടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഹലോ നമസ്കാരം, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഇപ്പം എന്താണ് പടത്തിന് പോവുകയാണ്. പടത്തിൻ്റെ ഏത് പടത്തിനാണെന്ന് നിങ്ങൾ തമിഴിൽ കണ്ടു കാണും. അപ്പം ഞാനിപ്പോൾ രാത്രി പോകാൻ പോവുകയാണ്. കടയിലോട്ട് വന്ന് ഇനി ഞാനും സുന്ദരനും കൂടെ ഇനി ഏതോട്ട് പോവാണ്. അവൻ്റെ വണ്ടി ഒതുക്കി വയ്ക്കുന്നു. ഞാൻ ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിട്ട് വണ്ടി പെട്രോൾ അടിക്കണം. പെട്രോൾ കുറവാണ്. എടുക്കടാ വണ്ടി വീഡിയോ എടുക്കാനുള്ളതാണ്. വണ്ടി ഇവിടെ ഇന്ത്യൻ്റെ പമ്പുണ്ട്, ഇവിടെ കയറ്റല്ല. അപ്പുറത്ത് ജിയോരുണ്ട്. അവിടെ ആകുമ്പോൾ എത്ര 2 രൂപ കുറവുണ്ട്. അങ്ങോട്ടായിട്ട് പോകണം. 7 ആക്കിയടാ. 7 ഇവിടെ 2 രൂപയുടെ ഓഫറൊക്കെ മാറി തോന്നുന്നു. എത്ര മണി വരെ? 5 മണി വരെ. 5 മണി വരെ ഉള്ളൂ. 300 രൂപയ്ക്ക് ഇടിക്കും. ഇടിക്കുക ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് ഇടി. ലെഫ്റ്റിലോട്ട് തുറ പിടിച്ച ഓഫർ കഴിഞ്ഞെന്നാ ഇവിടത്തെയാ? അടിക്കുന്ന ലാഭമുണ്ട്. ശാന്തിരി ശാന്തിരത്ത മറ്റേ 2 രൂപ കുറവുള്ള ഓഫർ നമുക്കിനി എത്ര പടം? 9:15 പടം. സമയത്തിന് എത്തുമെന്ന് വെച്ചാൽ ഡൗട്ടാണ്. കാരണം ഇപ്പം തന്നെ എത്ര 8:55 9:15 പടം. നമ്മൾ ശ്രീകാര്യം എത്തിയതേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒന്നാതെ സമയമല്ല. ഈ ബസ് ഇങ്ങനെ നിറഞ്ഞു വെക്കുന്ന മാറു ബസ്സേ മാറു. പട്ടത്ത് ഇനി എന്താണ് കേസ് കയറടിയിൽ കയറാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ SL അവിടെ 9:30 നമ്മൾ പെട്ട്. ഇവിടെ ഘോഷയാത്ര നടക്കുന്നു. പെട്ട സിഗ്നലിൻ്റെ അവിടെ ഈ ഗ്യാപ്പ് അടിച്ച് കയറി പോകാൻ നോക്കും. ഫോൺ അടിച്ച് കയറി അയ്യോ പെട്ടെ. പരിപാടി പെട്ടെന്ന് പോളയാ. ഓണടിച്ചേക്കാർക്ക് എമർജൻസി എന്ന് പറ. അപ്പോ ഇനിയുണ്ടാ? തീർന്നില്ല, ഇതിന്റെ അടുത്തതാണ്.
ആനയ്ക്ക് രണ്ട് ആനയെ കണ്ടിട്ടുണ്ട്. അപ്പൊ തൃശ്ശൂരുകാർ ഏത് ആനയെന്ന് പറ. ഞങ്ങളെ സിഗ്നലിൽ നിൽക്കുകയാണ്. മണി 9 15 മിനിറ്റ് കൊണ്ട് അവിടെ എത്തുമെന്ന് അറിയില്ല. ഞങ്ങളെത്തി. ഞങ്ങൾ എന്താണ് കുറച്ചിനി അപ്പുറത്ത് തന്നെ ഒരു എത്ര 5 മിനിറ്റ് അങ്ങോട്ടേ ആയുള്ളൂ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം. അപ്പുറത്ത് ഇവിടെ തന്നെ ഇതുവഴി അതാണ് പറഞ്ഞ കേറായി. ഞങ്ങളെത്തി ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ എന്തോ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പേ ചെയ്തുള്ള ആളുടെ പേരൊക്കെ ഇനി പറഞ്ഞു കൊടുക്കണം. അങ്ങനെയൊക്കെ കുറെ പ്രൊസീജിയേഴ്സ് എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. സംസ്ഥാനങ്ങൾ വേറെ ആയിരിക്കണം. ഈ 15-16 കൂടെയാണ്. ഇവിടെ എന്തോ അറിഞ്ഞൂടാ. ഇന്റർവെൽ ആയിട്ടുണ്ട്. കൊള്ളാം, നല്ല രസമുണ്ട്. ഇതാണ് എന്റെ അഭിപ്രായം. എന്റെ അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാം, നല്ല രസം കണ്ടോണ്ടിരിക്കാൻ. അല്ലാതെ ഒരു സത്യം ഞാൻ സിനിമയായിട്ട് കാണുന്നൊന്നുമില്ല. പടത്തിനെ പറ്റി അഭിപ്രായം പറയാം. ഗെയിം പടം ബോറടിപ്പിക്കാൻ പക്ഷേ ഒരു ലോജിക്കും ഇല്ല. ലോജിക്ക് നോക്കരുത്. കൊള്ളാം കിടിലം പടം. പക്ഷെ ആള് കാണില്ല കാണാൻ. ഒരു ക്രൗഡ് പടം സൂപ്പർ പടം. പക്ഷെ എന്താണ് എന്തോ ആളില്ല. പറഞ്ഞിട്ട് എത്ര ആളാടാ എന്തോ പറയണം. അല്ല ഇതിന് ആള് വേണ്ടേ? ഇറങ്ങിയ സമയത്തും ആളില്ല. കിടിലം പടം. പക്ഷെ ആളില്ല കാണാൻ. കിടിലം മേക്കിംഗ്. ഇപ്പം അതായത് ഇപ്പൊ ഈ പടം ഉണ്ടല്ലോ, ഇങ്ങനത്തെ പടങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് വേറെ ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? കുറച്ച് പേരൊക്കെ അക്സെപ്റ്റ് ചെയ്യും. ഇത് ശരിക്കും ഒരു നോർമൽ പടമല്ല. ഇത് എന്താണ് ഫ്യൂച്ചറിസ്റ്റിക് ഒരു ഗെയിം പടമാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. എന്താണ് കുറെ ഓവർ ദ ടോപ്പ് സാധനങ്ങളാണ്. മറ്റേ കാർ പറക്കുന്നത് അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ഉണ്ടാവും. നൈസ്. ഇതിന്റെ അടിയിൽ കുറെ എന്താണ് പടത്തിന്റെ പോസ്റ്റർ. ഇതാരുമല്ല, അവനല്ലേ മറ്റേ മാത്യു തോമസ്, അവൻ തന്നെ ഇത്. ഏത് അതുകൊണ്ട് അതിനകത്ത് വിജയ് ഇരിക്കുന്നുണ്ടോ? വിജയ് ഉണ്ട് അതിനകത്ത്. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ. നിങ്ങൾ വന്ന് പടം തിയേറ്ററിൽ നിന്ന് മാറുന്നതിന് മുമ്പ് വന്ന് കാണുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ് ഇത്. ഫോണിൽ കണ്ടിരിക്കൂലേ ഈ പടം? ഇവിടെ ഷൂട്ടിങ് കിടക്കണം പാളയത്തിന്റെ ഫ്രണ്ടിൽ, പാളയം ചർച്ചിന്റെ ഫ്രണ്ടിൽ. എന്തിട്ടാണോ എന്തോ. ആരാ ഡയറക്ടർ? അങ്ങോട്ട് പോയാലോ? അങ്ങോട്ട് ബാക്ക് വഴി പോയാലോ? ഇവിടെ ഷൂട്ടിങ് കിടക്കണം. നൈസിന് കാണാൻ പറ്റുന്നില്ലേ? നൈസിന് ഇങ്ങനെ ബാക്ക് വഴി ഇങ്ങനെ പോകാന്ന് വിചാരിച്ച്. രഞ്ജിത്ത് ഡയറക്ടറെ. ഷോട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പുള്ളി ഓട്ടോയ്ക്ക് കൈ കാണിക്കും. ആ ഓട്ടോ ഇങ്ങനെ നിർത്താതെ ഇങ്ങനെ വെട്ടിച്ച് പാസ് ചെയ്ത് പോകുന്നത്. ഇതാണ് ഷോട്ട്. ഇതൊക്കെ കട്ട് ചെയ്ത് കളയണമെങ്കിൽ എന്റെ കണ്ടന്റ് പോയി. ഓട്ടോക്കാർ അതാ പറഞ്ഞത്, ഷോട്ടാണത്. ഓട്ടോക്കകത്ത് ലൈറ്റൊക്കെ വെച്ചേക്കുന്നുണ്ട് ഫേസ് കാണാൻ.
ഇപ്പം എല്ലാരും ഇപ്പം ഷോട്ട് കിടക്കണം. അതുകൊണ്ട് അവന്റെ കയ്യിൽ ഇതിരിക്കണം, സ്റ്റോറി ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് മാറ്റി. ചേട്ടാ ഡിപ്പാർട്ട്മെന്റ് ചേട്ടാ ഞാൻ തന്നെ ഈ വെട്ടി തിരിച്ചൊക്കെ എടുത്തോണ്ട് പോയി. അഭിനയിച്ച എക്സ്പീരിയൻസ് പറ. പുള്ളി നാടനാണ്, പുള്ളി നാടൻ. നാടൻ്റെ കൂടെയാണ് ഇപ്പൊ നിൽക്കുന്നത്. നമ്മളെ കിട്ടിയത് സൂപ്പറായിരുന്നു. നമ്മളിപ്പോ തിരിച്ച് പോകുന്നു. എവിടെ ഇനി നിൽക്കല്ല, എന്താ കഴിഞ്ഞാൽ നിൽക്കണമെന്നുണ്ട്, പക്ഷെ പോണം. രഞ്ജിത്ത് സാറിന്റെ പടത്തിന്റെ യൂണിറ്റുകളാണ് ഇതെല്ലാം. അതുകൊണ്ട് ഇവിടെ വണ്ടി ഇരിക്കുന്നു. ഒരു ബസ്സൊക്കെ എടുത്താ ഷൂട്ടിന് അതൊക്കെ ഇരിക്കണം. ഇവിടെ പല സൈഡ് പൊറോട്ട ഹട്ട് അടച്ചോണ്ടിരിക്കണം. ഇതല്ല ഇവിടെ കയറണം. നല്ല വിശപ്പുണ്ട്, ഫുഡും എല്ലാം കഴിക്കണം. നല്ല തട്ടുകടയെല്ലാം നോക്കും. ഇതാണ് മാമ നോക്കി പോണത്. എന്നാലും എനിക്ക് സോഷ്യൽ ആൻസൈറ്റി ഉള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ഒരു തട്ടുകടയിൽ ഫുഡ് കഴിക്കുന്നത്. ഇവിടെ പൊറോട്ട മാത്രമേ ഉള്ളൂ. ആക്ച്വലി പൊറോട്ട കഴിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നെയ്വനും കൂടെ ഫുഡ് കഴിക്കണം. അതുകൊണ്ട് പിന്നെ വേറെ വല്ല കടയിലും പോവാന്ന് വിചാരിച്ചു. നമ്മളുകൊണ്ട് ഇനി ഫുഡ് കഴിക്കാൻ പോകുന്നു. കഴിഞ്ഞില്ലേ, തുടങ്ങിയല്ലേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഫുഡ് കഴിച്ചു. പടത്തിന് നിങ്ങൾ പോയി പടം കാണുക. എന്താ പടത്തിന് പേരെന്തോ, മസ്തിഷ്ക മരണം. പോയി പടം കാണും, നല്ല പടം. അത് എന്തോ ആളില്ല പടം കാണാൻ, കിടിലം പടം. നിങ്ങൾ ഗഗനചാരി സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ ആ പടം ഒന്ന് പോയി കാണും. പടം ഇപ്പം തിയേറ്ററിലുണ്ട്, തിയേറ്ററിൽ പോയി കാണുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഫോണിൽ കാണാൻ വേണ്ടി ആരും നിൽക്കരുത്, കിടിലം പടമാണ്. പോയി കാണാൻ താല്പര്യമുള്ളത് പോയി കാണും, നല്ല പടമാണ്. അത് എന്താ വർത്താണ്, തിയേറ്റർ വാച്ചാണ്. ഫോണിലൊന്നും കണ്ടു കഴിഞ്ഞാൽ എറിക്കത്തില്ല പടം. കുറേ ഷോട്ടുകളുണ്ട്, അപ്പോൾ കിടിലം വിഷ്വലാണ്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് പടമാണ്. നിങ്ങളൊന്ന് പോയി കാണാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.